യാത്ര ചെയ്യുന്നവരിൽ നല്ലൊരു വിഭാഗം യഹൂദരായിരുന്നതുകൊണ്ട് സാബത്താചരണത്തിനായി ഒരു മൈതാനത്തിൽ അവർ തങ്ങി. വ്യാപാരികൾ അടുത്ത ഗ്രാമങ്ങളിൽ പോയി ലാഭം കൊയ്തു. ഭക്തരായവർ ജെറുസലേം ദേവാലയ ദിശയിൽ നിന്നും സാഷ്ടാംഗം പ്രണാമം ചെയ്തു അവരുടേതായ രീതിയിൽ പ്രാർത്ഥനാനിരതരായി. മറ്റു ചിലർ ചൂടേറിയ വാക്കുതർക്കങ്ങളിലാണ് സമയം ചെലവഴിച്ചത്. കൂടെ ഉണ്ടായിരുന്നവരുടെ സംഭാഷണ വിഷയം സത്യവും വന്ധ്യവും നീതിയുക്തവും പരിശുദ്ധവും സ്നേഹാർഹവും സുത്യർഹവും ഉത്തമവും പ്രശംസായോഗ്യവുമായ കാര്യങ്ങളായിരുന്നു. നമ്മളെല്ലാം ഒത്തിരി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. നിങ്ങളുടെ സംസാരം എപ്പോഴും കരുണ നിറഞ്ഞതും സ്നേഹമുള്ളതുമാകട്ടെ എന്ന് ഈശോ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ദൈവം സ്നേഹമാകുന്നു. സ്നേഹത്തിൽ വസിക്കുന്ന നമ്മളും സ്നേഹ സംഭാഷണം മാത്രം നടത്താൻ പരിശ്രമിക്കണം. ഇന്നു മുതൽ നിങ്ങളുടെ വാക്കുകളിൽ വിദ്വേഷം ഉണ്ടാകാതിരിക്കട്ടെ. സ്നേഹം മാത്രമായിരിക്കട്ടെ നിങ്ങളുടെ ഭാഷ. നമ്മുടെ ചുറ്റുമുള്ളവരിൽ നമുക്ക് സ്നേഹം നിറയ്ക്കാം. ഈ യാത്രയിൽ നമുക്ക് മറ്റുള്ളവരെ സ്നേഹിച്ച് നമുക്ക് മുന്നേറാം.